ബിഗ് ബോസ് താരം അഖിൽ മാരാർ BJP മുന്നണിയിലേക്ക് എത്തിയതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ചില ഫൈറ്റുകൾ നടക്കുന്നുണ്ട്. കടുത്ത ഹിന്ദുത്വവാദിയായ കൃഷ്ണരാജൻ വക്കീലാണ് അഖിൽ മാരാർക്ക് പിന്തുണയുമായി എത്തിയതെങ്കിൽ എതിർവശത്ത് നിൽക്കുന്നത് കലാമണ്ഡലം സത്യഭാമയാണ്. അഖിൽ മാരാർ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ വാർത്ത വന്നതോടെ സത്യഭാമ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. മോനെ, നീ ഒരിക്കലും ചാണകത്തിൽ വീഴാൻ പാടില്ലായിരുന്നു. നിന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച മറ്റ് മതസ്ഥരെ നീ ചീറ്റ് ചെയ്യുകയായിരുന്നില്ല. നിന്റെ എല്ലാ ഉയർച്ചകൾക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതോടെ തീരും. ജനങ്ങൾക്ക് നിന്നെ പഴയതുപോലെ ഇനി ഒരിക്കലും നോക്കിക്കാണാൻ കഴിയില്ല. ഇതായിരുന്നു സത്യഭാമയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ സത്യഭാമയുടെ ഈ പോസ്റ്റ് കണ്ട കൃഷ്ണൻ വക്കീലിനെ കുരുപൊട്ടി. ഉടനെ സത്യഭാമയെ അവഹേളിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. ജാതി കേസിന് ശേഷം സത്യഭാമ അമ്മച്ചി പന്നിത്തീട്ടം കഴിച്ചു തുടങ്ങി. 916 മതേതരയായി തീർന്ന ഫീച്ചർക്ക് ഇനി വെച്ചടി കയറ്റമായിരിക്കും. അഭിനവ മാധവിക്കുട്ടി എന്നാണ് വക്കീൽ പറഞ്ഞത്. പിന്നീട് അത് ഫേസ്ബുക്കിലെ ഒരു തുറന്ന പോരാട്ടമായി മാറി. സത്യഭാമയും രൂക്ഷമായി പ്രതികരിച്ചു. അതെന്താ വക്കീലെ, മരുമോനെ പറഞ്ഞപ്പോൾ നിനക്ക് സഹിച്ചില്ലേ? കേരളം ഈ നാട്ടിലെ ഒരു മറ്റേ മോനും സ്ത്രീധനം കിട്ടിയതല്ല. കാര്യം താൻ വലിയ സുപ്രീം കോടതി വക്കീലൊക്കെ ആയിരിക്കാം. പക്ഷേ നിന്റെ ഈ പേടിപ്പിക്കൽ ഇത്തിരിയില്ലാത്ത പാവങ്ങളോട് മതി. നിനക്കൊരു തോന്നലുണ്ട് നീ ഈ രാജ്യത്തെ ഏറ്റവും വലിയ വക്കീൽ കൊണാൻഡ്രു ആണെന്ന്. നീ ഇട്ടിരിക്കുന്ന ഈ ചെന്നായുടെ കുപ്പായം ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ അഴിച്ചു വെപ്പിക്കും. ഇത്രയും പറഞ്ഞതിന് ഈ പ്രായത്തിൽ ജയിലിൽ പോകേണ്ട വന്നാൽ അതിനും ഉണ്ടൊരു അന്തസ്. പിന്നെ നീ എഴുതിയ സാധനം നിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും ആവശ്യം പോലെ കൊടുക്കൂ. നിനക്ക് ആള് മാറിപ്പോയി ഡാഷ് മോനെ എന്നാണ് സത്യഭാമ അതിന് മറുപടി പറഞ്ഞത്. ഇപ്പോഴും പോസ്റ്റുകളും മറുപടി പോസ്റ്റുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സംഘപരിവാർ അനുകൂലികൾ ഏറ്റുമുട്ടുന്നുവെന്ന തോന്നലാണ് ആദ്യം ഇത് കണ്ടവർക്കുണ്ടായതെങ്കിലും പിന്നീട് അത് മാറി. സത്യഭാമ തീർത്തും BJP വിരുദ്ധ നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വർഗീയവാദികളുടെ നെഞ്ചത്ത് സത്യഭാമ ടീച്ചർ ഡാൻസ് കളിക്കുന്നു എന്നൊക്കെയാണ് പലരും കമന്റ് ചെയ്യുന്നത്. അതിനിടെ തന്റെ കയ്യിൽ നിന്നും കുറെ പൈസ കടം മേടിച്ച കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു BJP-കാരിയെ കുറിച്ചും സത്യഭാമ പറയുന്നുണ്ട്. ഒടുവിൽ പത്രസമ്മേളനം വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ ആ പൈസ തിരികെ തന്നതെന്നും സത്യഭാമ പറയുന്നു. നേരത്തെ കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണന്റെ നിറത്തെക്കുറിച്ച് വിദ്വേഷം കലർന്ന പരിഹാസ്യമായ പരാമർശങ്ങൾ നടത്തിയ ആളാണ് കലാമണ്ഡലം സത്യഭാമ. നിറം, ആഢ്യത്വം, കുലീനത ഒക്കെ അവർക്ക് വലിയ സംഭവമായിരുന്നു. എന്നാൽ ഈയിടെ മതവിദ്വേഷം ഒട്ടുമില്ലാത്ത രീതിയിലാണ് അവരുടെ പ്രതികരണങ്ങൾ. റമദാൻ നോയമ്പ് തുടങ്ങിയപ്പോൾ മുസ്ലിം കുട്ടികളോടൊപ്പം നിൽക്കുന്ന ഒരു പ്രതീകാത്മക ചിത്രവും അവർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ഇതെല്ലാം കൂടി കണ്ടതോടെയാണ് കേരളത്തിലെ 1-ാം നമ്പർ മുസ്ലിം വിരോധിയായ കൃഷ്ണരാജൻ വക്കീലിനെ മതം പൊട്ടിയത്. അങ്ങനെയാണ് ഈ ഉന്നത കുലജാതരായ ആളുകളുടെ കീബോർഡ് യുദ്ധം ആരംഭിക്കുന്നത്. എന്തായാലും വക്കീലിന്റെ ലേറ്റസ്റ്റ് പോസ്റ്റിലും ഈ ഫൈറ്റ് തുടരുകയാണ്. ഇപ്പോൾ വക്കീൽ പറയുന്നത് ബോധവും സംസ്കാരവും ഇല്ലാത്ത ചെറിയ ഒരു കൂട്ടം ആൾക്കാർ ടീച്ചർ എന്ന് വിളിക്കുന്ന സത്യഭാമ ഹിന്ദുമതം ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പലരും പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. ഇന്നലെ ഞാനിട്ട പോസ്റ്റിന്റെ മറുപടിയായി സ്ത്രീ ഇട്ട പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. നല്ല ഭാഷ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു സ്ത്രീയുടെ ജൽപ്പനങ്ങൾ, കുടുംബ പാരമ്പര്യം തെളിഞ്ഞു കാണാം. ആകെ മൊത്തം ഗംഭീരം. എന്തായാലും ഇവരുടെ അക്കൗണ്ട് നോക്കിയപ്പോൾ കാര്യങ്ങളുടെ ഏതാണ്ട് കിടപ്പുവശം പിടികിട്ടി. കഴിഞ്ഞ 10 വർഷത്തിനു മേൽ FBയിൽ പൂണ്ട് വിളയാടുന്ന കേസരിയിൽ വരെ ലേഖനമൊക്കെ എഴുതിയ സത്യഭാമക്ക് പെട്ടെന്ന് ഈ വർഷം ഒരു മുസ്ലിം സ്നേഹം പൊട്ടിമുളച്ചു. ആദ്യമായി അമ്മച്ചി ഒരു പെരുന്നാൾ ആശംസകൾ നേരുന്നു. അത് കഴിഞ്ഞതോടെ ജിഹാദികൾ കൂട്ടത്തോടെ സത്യഭാമക്ക് FBയിൽ സ്നേഹം ചൊരിയുന്ന അത്യുജ്വല സ്നേഹഗാഥ. കമല സുരയ്യക്ക് കൂട്ട് അബ്ദുൾ സമദ് സമദാനിയായിരുന്നു എന്ന് പറഞ്ഞാണ് വക്കീൽ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഈ പോരാട്ടം മുറുകുമ്പോൾ ശശികല ടീച്ചറും ഇതിലേക്ക് ഇറങ്ങുന്നു എന്നാണ് ചില സൂചനകൾ. അത്തരത്തിലുള്ള ചില പോസ്റ്റുകളും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്.